മൈലുകളോളം വിദൂരതയിൽ വേദനയുടെ ശബ്ദം ആർക്കാണ് കേൾക്കാനാവുക? സേവനത്തിനായി ജീവിതം സമർപ്പിച്ച ദമ്പതികൾ ദന്തേവാഡയിൽ നിന്നുള്ള ഡോക്ടർ രാംചന്ദ്ര ഗോഡ്ബോലെയും സുനിത ഗോഡ്ബോലെയും, പത്മശ്രീ 2026. കാടുകൾ കാഴ്ചയ്ക്ക് സുന്ദരമായിരിക്കാം, പക്ഷെ അതിന്റെ ആഴത്തിൽ ജീവിക്കുന്നത് അത്ര എളുപ്പമല്ല. ദീർഘവും വിജനവുമായ പാതകൾ, ആശുപത്രികളുടെ അഭാവം, ഡോക്ടർമാരുടെ കൈത്താങ്ങില്ല, പോഷകാഹാരക്കുറവ്, അറിവില്ലായ്മ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്. ഓരോ ചുവടിലും മനുഷ്യത്വം, ഓരോ ദിവസവും ഒരു പോരാട്ടം. ആദിവാസി ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഇതാണ്. ഇതിനിടയിൽ മഹാരാഷ്ട്രയിൽ നിന്നും 2 പേരെത്തി ഒരു ദൃഢനിശ്ചയവുമായി. മനസ്സ്, ശരീരം എന്നിവ ഉപയോഗിച്ച് ആദിവാസി സമൂഹത്തിനായി ഞങ്ങളെ സമർപ്പിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ ലക്ഷ്യം ആദിവാസി പ്രദേശങ്ങളിലേക്ക് പോയി അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതായിരുന്നു. അവർക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞപ്പോ ചെറിയ അറിവ് പോലും ഈ പ്രദേശങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അവിടെ നിന്നാണ് എനിക്കൊരു ലക്ഷ്യമുണ്ടായത്. ഈ ദമ്പതികൾ അവരുടെ സൗകര്യപ്രദമായ ജീവിതം ഉപേക്ഷിച്ചു. ആദിവാസി ക്ഷേമത്തെ അവർ ജീവിത ദൗത്യമാക്കി. അവർ കൊണ്ടുവന്നത് മരുന്നുകൾ മാത്രമല്ല, സ്നേഹവും വിശ്വാസവും പ്രതീക്ഷയും കൂടിയാണ്. അനുഭവശീലമാണ് ഏറ്റവും മഹത്തരം. ആഗ്രഹിക്കുന്നുവെങ്കിൽ കരുണ നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിലുണ്ടായിരിക്കണം. ആദിവാസി സമൂഹത്തിൽ ഏറ്റവും ദുർബലരായവരെ പിന്തുണയ്ക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ദശകങ്ങളായി അവർ ആയിരക്കണക്കിന് ആദിവാസി കുടുംബങ്ങൾക്ക് സൗജന്യമായി ചികിത്സ നൽകി, ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. അവർ പോഷകാഹാരക്കുറവിനെ പോഷക സമൃദ്ധമാക്കി മാറ്റി. ഭാവി തലമുറയ്ക്ക് ശരിയായ മാർഗം പഠിപ്പിച്ച് ലഹരിയുടെ മൂലകാരണം തിരിച്ചറിഞ്ഞ് അതിനെതിരെ പോരാടാൻ തുടങ്ങി. ഗുട്ഖാ, തംബാക്കു, ശരാബ് ഇൻകാ സേവൻ കഭി നഹീ കരൂംഗാ. ദീർഘകാലത്തെ സമർപ്പിത പ്രവർത്തനം ആദിവാസി സമൂഹത്തിൽ മാറ്റങ്ങൾ ഉളവാക്കി തുടങ്ങി. മനസ്സും ശരീരവും ഉപയോഗിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ കുറച്ച് സ്നേഹം കൂടി ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനം യഥാർത്ഥത്തിൽ മാറ്റം കൊണ്ടുവരും. അങ്ങനെ ഓരോ പ്രഭാതത്തിലും അവർ അതേ ദൃഢനിശ്ചയത്തോടെ വീണ്ടും യാത്ര ആരംഭിക്കുന്നു. ഡോക്ടർ രാംചന്ദ്ര ഗോഡ്ബോലെ, ശ്രീമതി സുനിത ഗോഡ്ബോലെ, പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.